നാം എല്ലാവരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ചും വിശുദ്ധ വേദപുസ്തകത്തിലെ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഗാനങ്ങൾ നാം കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഗാനങ്ങൾ പാടിയാണ് നമ്മുടെ ആരാധനകൾ ആരംഭിക്കുന്നത്. ഗാനങ്ങൾ പാടിയാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഗാനങ്ങൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. സിംഫണി ഓഫ് മാരാമൺ ദിവ്യ സംഗീതം എന്ന ഈ പ്രോഗ്രാമിൽ കൂടെ മാരാമൺ കൺവെൻഷനിൽ പാടിയതായ ഗീതങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഗാനങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് നാം എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവമുൻപാകെ അർപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സാധ്യമാക്കി തരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ എന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. പ്രത്യേകിച്ചും ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അതിന് അളവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗാനമാണ് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് നൽകും. അളന്നു തൂക്കി തരുന്നവനല്ല എൻ ദൈവം, അളക്കാതെ വാരിച്ചൊരിഞ്ഞിടും അനുഗ്രഹങ്ങൾ. മാരാമൺ കൺവെൻഷനിൽ പാടിയ ഈ മനോഹരമായ ഗാനം രചിച്ചത് ശ്രീ എബി മാത്യു വെട്ടിയാറാണ്. ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം.
മിത്രങ്ങളും ശത്രുക്കളായി മാറിയെന്നാലും, ലോകമെല്ലാം നമ്മെ പഴി പറഞ്ഞെന്നാലും, മിത്രങ്ങളും ശത്രുക്കളായി മാറിയെന്നാലും, ലോകമെല്ലാം നമ്മെ പഴി പറഞ്ഞെന്നാലും, തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞു മുന്നിൽ നമ്മെ ഇത്രത്തോളം ഉയർത്തിയും കൂടെയില്ലേ. തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞു മുന്നിൽ നമ്മെ ഇത്രത്തോളം ഉയർത്തിയും കൂടെയില്ലേ. വിശ്വസിച്ച നാം ദൈവമഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ച നാം ദൈവമഹത്വം കാണും, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യാഹാം ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. യാക്കോബിൻ്റെ ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. നീയാണ് എൻ്റെ സർവസ്വവും. ചോദിക്കാത്ത നന്മകൾ നീ എനിക്ക് നൽകി, ചോദിക്കാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകി. അർഹിക്കാത്ത ധാരാളം നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവമേ നീ എനിക്ക് നൽകി. അതുകൊണ്ട് ദൈവമേ, നീയാണ് എൻ്റെ ദൈവം, നീ മാത്രമാണ് എൻ്റെ ദൈവം എന്ന് പ്രഖ്യാപിക്കുന്ന മനോഹരമായ ആശയങ്ങൾ അടങ്ങിയതായ ഒരു ഗാനമാണ് നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. യാഹാം ദൈവമേ, നീ എൻ ദൈവം. ദൈവമേ, നീ എന്നും എൻ്റെ ദൈവം. യാക്കോബിൻ ദൈവമേ, നീ എന്നും എൻ്റെ ദൈവം. നീ മാത്രമാണ് എൻ്റെ ദൈവം, നീ മാത്രമാണ് എൻ്റെ എല്ലാം. നീ മാത്രമാണ് എൻ്റെ ദൈവം, നീ മാത്രമാണ് എൻ്റെ എല്ലാം. ചോദിക്കാത്ത നന്മകൾ നൽകി, നിലയ്ക്കാത്ത ആനന്ദം ഏകി. ചോദിക്കാത്ത നന്മകൾ നൽകി, നിലയ്ക്കാത്ത ആനന്ദം ഏകി. നീ എന്നാശ്രയം, നീ എന്നോപുരം, നീ എന്നാശ്രയം, നീ എന്നോപുരം, നീ എന്നഭയം
നീ മാത്രമാണെന്റെ ദൈവം, നീ മാത്രമാണെന്റെ എല്ലാം, നീ മാത്രമാണെന്റെ ദൈവം, നീ മാത്രമാണെന്റെ എല്ലാം. ആദിയും അന്തവും ദൈവമാണ്. ദൈവം അൽഫയും ഒമേഗയുമാണ്. ആദിയും അന്തവുമായ ദൈവത്തെ ആരാധിപ്പാൻ അടുത്തു വരുന്ന ഒരു വിശ്വാസിയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് അടുത്തതായി നാം കേൾക്കാൻ പോകുന്ന ഗാനത്തിൽ പറയുന്നതായിട്ടുള്ള ആശയം. അന്ധത കൺകളെ മൂടുമ്പോൾ, പ്രയാസത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, ആകാശത്തോളം എത്തുന്ന നിൻ ദയ എന്നെ പരിപാലിക്കും. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നു, എന്നെ കാക്കണമേ, എന്നെ പരിപാലിക്കണമേ എന്നുള്ളതായൊരു വിശ്വാസിയുടെ അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ് അടുത്ത ഗാനത്തിൽ നാം കേൾക്കുവാനായിട്ട് പോകുന്നത്.
സ്വർഗീയ മന്ന നൽകുന്നവനാണ്. ദൈവം സ്വർഗീയ സന്തോഷം നൽകുന്നവനാണ്. അവൻ്റെ ദയ വലുതാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. ശ്രീ യേശുനാഥൻ, എൻ യേശുനാഥൻ, സാത്താന്യ സൈന്യത്തെ ജയിക്കുമവൻ. തൻ ജീവനേകി നമ്മെ വീണ്ടെടുത്തവൻ, പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തവൻ. ഈ മനോഹരമായ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. യേശുനാഥൻ, എൻ യേശുനാഥൻ.